ഹലോ, നമുക്ക് എളുപ്പത്തിൽ ഒരു മട്ടൻ കറി ഉണ്ടാക്കാം. വളരെ ഈസിയാണ്, ആർക്കും എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതിനായി ഞാൻ കുറച്ച് മട്ടനിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഗരം മസാല ഇതെല്ലാം പുരട്ടി വെച്ചിട്ട് കുക്കറിൽ സിമ്മിൽ വേവിച്ചെടുക്കുകയാണ് കേട്ടോ. ഒരു 3 വിസിലിൽ സിമ്മിലിട്ടാണ് വേവിക്കുന്നത്. അതിലേക്ക് കുറച്ച് ചെറിയുള്ളി ഇട്ടുന്നുണ്ട്. അതിന് പകരം ഒരു ഹാഫ് സവാള കട്ട് ചെയ്ത് ഇട്ടാലും മതി. നമുക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട, ജസ്റ്റ് നമുക്ക് ഒരു 5 വിസിൽ അടുപ്പിച്ചെടുക്കാം. ഓക്കെ, ഇനി ഇതിനകത്തേക്ക് ആവശ്യമുള്ള സവാള കട്ട് ചെയ്യാം. ഒരു ചെറിയ രണ്ട് സവാള എടുത്തിട്ടുണ്ട്, അത് കട്ട് ചെയ്തതും. ദെൻ ഇതിൻ്റെ കൂടെ ഒരു തക്കാളി കട്ട് ചെയ്തതും എടുക്കുന്നുണ്ട് കേട്ടോ. തക്കാളി, പിന്നെ ഇതിനകത്തേക്ക് ആവശ്യമായത് വെളുത്തുള്ളി വേണം, ഇഞ്ചി വേണം. വെളുത്തുള്ളി ഇഞ്ചിയെല്ലാം ഞാൻ കല്ലിൽ ചതച്ചിട്ടാണ് ഇടുന്നത്. അപ്പോൾ നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ 2 പച്ചമുളക്, കറിവേപ്പില, പിന്നെ ഗരം മസാല നമ്മൾ ആദ്യമേ ചേർക്കുന്നുണ്ട്. പക്ഷേ എക്സ്ട്രാ ഇച്ചിരി ബോൾ മസാല നമ്മൾ ഇതുപോലെ ചതച്ചിട്ട് ഞാൻ ഇതിലിടുന്നുണ്ട് കേട്ടോ. അപ്പം കറുവാപ്പട്ട, ഗ്രാമ്പു, പെരിഞ്ചീരകം, ഒരു ഏലക്ക ഇതെല്ലാം കൂടെ ജസ്റ്റ് ഞാൻ ചതച്ചിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് നല്ലൊരു ഫ്ലേവർ കിട്ടും. അതിൻ്റെ ഒരു ഹൈലൈറ്റാണ്. കുരുമുളക് പൊടിയായിട്ടിടാം, അല്ലെങ്കിൽ കുരുമുളകിൻ്റെ പീസസ് ആയിട്ടും ഇടാം. അപ്പോൾ ഇതും ചതച്ച് വെക്കാം. അങ്ങനെ നമുക്ക് ഇതിൻ്റെ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റാം കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് സവാള കട്ട് ചെയ്തതും പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയും എല്ലാം കൂടെ ഒന്ന് ആദ്യം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക, പച്ചമണം മാറുന്നവരെ. ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റെല്ലാം നന്നായിട്ട് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ സമയത്ത് നന്നായിട്ടൊന്ന് ഉപ്പ് ചേർത്താൽ പെട്ടെന്ന് സവാള കുക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് ബാക്കിയുള്ള മസാലകൾ ആഡ് ചെയ്യാം. മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ എരിവിനാവശ്യമായ മുളക് പൊടി. അപ്പോൾ പച്ചമുളക് ഇട്ടാൽ ആവശ്യത്തിൻ്റെ ഇത് ഞാൻ മിക്സാക്കി കാശ്മീരി മുളക് കൂട്ടി പൊടിച്ചതായ കാരണം അധികം എരിവില്ല, അതാണ് അത്ര ഇട്ടത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് ഇതിൻ്റെ പച്ചമണം പോകുന്നവരെ വഴറ്റിയെടുക്കാം. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇത് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ നമുക്ക് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു തക്കാളി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളി നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മട്ടൻ ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അപ്പം അതിനകത്തേക്ക് ഞാൻ നേരത്തെ നമ്മളെ കറുവപ്പട്ട, ഏലക്കായ എല്ലാം പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ഇതിനകത്തേക്ക് ഇപ്പം ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് വെള്ളം, നമുക്ക് കുറച്ച് ഗ്രേവി ആവശ്യമുണ്ടല്ലോ, അപ്പോൾ കുറച്ച് വെള്ളവും ചേർത്ത് വെക്കാം. ഒരു 1/2 ഗ്ലാസ്സോ അല്ലെങ്കിൽ കൂടുതൽ ഗ്രേവി വേണമെങ്കിൽ നമുക്ക് 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പം ഓൾറെഡി കുക്കായ മട്ടനാണല്ലോ, അപ്പം 1/2 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിത് ഗരം മസാലയും ചേർത്തിട്ട് അടച്ച് വെച്ച് കുറച്ച് നേരം കുക്ക് ചെയ്യാം. എല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ആഡ് ചെയ്യാം. ഒരു 1/4 കപ്പോളം തേങ്ങാപ്പാൽ ആഡ് ചെയ്തിട്ട് ഒന്നുകൂടി ഇതൊന്ന് തേങ്ങാപ്പാൽ ചൂടാകുന്ന സമയം വരെ, ഇപ്പോൾ ഏകദേശം തിക്കായിട്ടുണ്ട്, ഒന്ന് തേങ്ങാപ്പാൽ മിക്സ് ആകാനുള്ള ടൈം കൂടെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. ടോട്ടൽ ഇതൊരു 35-40 മിനിറ്റ് മതി, കാരണം കുക്കറിൽ ആദ്യം വേവിക്കുന്നുണ്ട്. പിന്നെ ഇതെല്ലാം ജസ്റ്റ് കുക്ക് ചെയ്ത് വരാനുള്ള, തിളച്ച് വരാനുള്ള ടൈമേ ആവശ്യമുള്ളൂ.
അപ്പോൾ നന്നായിട്ട് ഇത് തിളച്ച് വരുന്നുണ്ട്. തേങ്ങാപ്പാൽ കൂടി ചേർത്ത് വരുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഉപ്പൊക്കെ നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കി ആവശ്യത്തിന് ഉപ്പൊക്കെ വേണ്ടത് ആഡ് ചെയ്യുക കേട്ടോ. നമുക്കിനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മുടെ മട്ടൻ കറി വാങ്ങി വെക്കാം. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റിയായ മട്ടൻ കറി റെഡിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കുക. ഭയങ്കര ടേസ്റ്റിയാണ്, എളുപ്പമാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.